ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബയോവെഞ്ചർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSc സുവോളജിക്കാരുടെ 4th സെമസ്റ്റർ കോംപ്ലിമെൻ്ററി ബോട്ടണിയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്നും അതിലെ കോണ്ടൻറ്റ്സ് ഏതാണെന്നും ഡിസ്കസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് പ്ലാന്റ് ഫിസിയോളജി, പ്ലാന്റ് എക്കോളജി, ഹോർട്ടിക്കൾച്ചർ, പ്ലാന്റ് ബയോടെക്നോളജി. അതിലെ കോണ്ടൻറ്റ്സ് ഫസ്റ്റ് വൺ പ്ലാന്റ് ഫിസിയോളജി ആണ്. അതിൽ വരുന്നത് water relations of plants, transpiration, mineral nutrition in plants, photosynthesis, translocation of solutes, respiration, plant growth, photoperiodism and vernalization. Then plant ecology ആണ്. അതിൽ വരുന്നത് ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, then ecosystem, trophic organization, food chain, food web, ecological pyramids, energy flow in ecosystem, ecological succession, ecological adaptations of plants, major ecosystems. Then horticulture, introduction, garden tools and implements, propagation of horticultural plants, fertilizers. Then plant biotechnology, introduction, plant tissue culture, procedure or protocol of plant tissue culture, methods and applications of plant tissue culture. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുവോളജിയുടെ 4th സെമസ്റ്റർ ടെക്സ്റ്റ് ബുക്കില്ലേ, അതിലെ കുറേ കാര്യങ്ങൾ ഇതിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ എക്കോ സിസ്റ്റംസ് ഒക്കെ നമ്മൾ 4th സെമസ്റ്ററിൻ്റെ സുവോളജി ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റിപ്പീറ്റഡ് ടോപ്പിക്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോട്ടണിയിലും വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സുവോളജി എക്സാം ആയിരിക്കുമല്ലോ ആദ്യം. അപ്പോൾ അത് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലും എഴുതാൻ പറ്റും. അപ്പോൾ അത് ഈ രണ്ട് ടെക്സ്റ്റ് ബുക്കും തമ്മിലൊരു റിലേഷൻ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതിൽ 15 മാർക്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് 4 മാർക്സിലും കാണാൻ പറ്റും, 2 മാർക്സിലും കാണാൻ പറ്റും, 1 മാർക്കിലും കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 15 മാർക്കിന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മാർക്കിന് എന്ത് ചെയ്യാൻ പറ്റും, ചുരുക്കി എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. 3 പേജാണ് എഴുതാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓഫ് പ്ലാന്റ്സ്. മിക്ക വർഷവും 15 മാർക്കിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എൻ്റെ വർഷവും 15 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. Then compare and contrast between C3 and C4 plants or cycle. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പേജ് നമ്പർ 96ലും 98ലുമായിട്ട് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിൽ C3 C4 പ്ലാന്റ്സിനെ പറ്റി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ C4 C3 സൈക്കിളിനെ പറ്റിയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു 2 ബോക്സുകളാണ് ഉള്ളത്. അപ്പോൾ അത് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് 2 മാർക്സിനും 4 മാർക്സിനും ഒക്കെ ചോദിക്കാറുണ്ട്. റിപ്പീറ്റ് ആയിട്ട് C3 C4 പ്ലാന്റ്സിൻ്റെ ഡിഫറൻസ് എന്താണ്, C3 C4 സൈക്കിളിൻ്റെ ഡിഫറൻസ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ അബൌട്ട് C3 C4 സൈക്കിൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിക്കും, ചിലപ്പോൾ 2 15 മാർക്കിന് ചോദിക്കും. അത് ക്വസ്റ്റ്യൻ ഇടുന്ന പോലെ ഇരിക്കും. ഇതെന്തായാലും വരും. ഓക്കെ. ദെൻ അതുപോലെയാണ് റൈറ്റ് ആൻ അക്കൗണ്ട് ഓൺ അബയോട്ടിക് ആൻഡ് ബയോട്ടിക് കമ്പോണൻസ് ഇൻ ആൻ എക്കോസിസ്റ്റം. ഇത് നമ്മൾ സുവോളജി ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ ഇതേ സംഭവം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാൻ പറ്റും. ദെൻ അടുത്തത് ഗിവ് ആൻ അക്കൗണ്ട് ഓൺ ആന്തർ കൾച്ചർ. ആന്തർ കൾച്ചർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അതിലൊരു പടം പോലെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ ഡയഗ്രാം അല്ല, ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ ഉണ്ട്. അത് പഠിക്കണം കേട്ടോ. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും. എൻ്റെ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലോ ചാർട്ടാണ് പഠിച്ചത്. അപ്പോൾ ഫ്ലോ ചാർട്ട് പഠിച്ചിട്ട് ബാക്കി എന്ത് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുത്തു. അതിൽ തന്നെയാണ് പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ്സ്. അതെന്ന് വെച്ചാൽ ആന്തർ കൾച്ചർ കഴിഞ്ഞിട്ട് വരുന്നതാണ് പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ്സ്. ദെൻ ആഡ് എ നോട്ട് ഓൺ ദ ആപ്ലിക്കേഷൻസ്. അത് പഠിക്കുക. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടെ എക്കോളജിക്കൽ സസഷൻ. വെറുതെ എക്കോളജിക്കൽ സസഷൻ എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. എക്കോളജിക്കൽ സസഷൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് 4 മാർക്കിന് കാണാനായിട്ട് പറ്റും. എക്കോളജിക്കൽ സസഷൻ്റെ ക്വസ്റ്റ്യൻ 15 മാർക്കിന് ചോദിക്കാറുണ്ട്. അതിൻ്റെ കൈൻസ് ഏതൊക്കെ, അതായത് ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ മെക്കാനിക്സ് ഏതൊക്കെയാണ് 15 മാർക്കിന് എഴുതി കൊടുക്കാം. 4 മാർക്കിന് ചോദിക്കുന്നതെങ്കിൽ എക്കോളജിക്കൽ സസഷൻ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻസ് എന്താണ്, അതൊക്കെ എഴുതി കൊടുക്കാം. 2 മാർക്കിനാണെങ്കിൽ ജസ്റ്റ് എക്കോളജിക്കൽ സസഷൻ എന്താണ്, ജസ്റ്റ് ആ കൈൻസിൻ്റെ പേര് മാത്രം എഴുതി കൊടുക്കാം. 1 മാർക്കിനും ചോദിക്കും. ദെൻ അടുത്തത് എക്സ്പ്ലെയിൻ ദ മോർഫോളജിക്കൽ അനാറ്റമിക്കൽ ഫിസിയോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ്. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഏറ്റവും അധികം ഞാൻ കണ്ടിട്ടുള്ളത് സെറോഫൈറ്റ്സ്, ഹൈഡ്രോഫൈറ്റ്സ്, ഹാലോഫൈറ്റ്സ് ആണ് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ളത്. അതിലും സെറോഫൈറ്റ്സ് ഒരുപാട് വർഷം ചോദിച്ചിട്ടുണ്ട്. എങ്കിലും ഇവർ ഇമ്പോർട്ടൻ്റ് ആട്ടോ. സെറോഫൈറ്റ്സ്, പാരസൈറ്റ്സ്, ഹൈഡ്രോഫൈറ്റ്സ്, ഹാലോഫൈറ്റ്സ് ഓർ എപ്പിഫൈറ്റ്സ്, ഇതിൽ ആരെങ്കിലും എന്ത് ചെയ്യും, ചോദിക്കും.
ദെൻ അടുത്തത് ഡിസ്ക്രൈബ് ദ മെക്കാനിസംസ് ഇൻവോൾവ് ഇൻ മിനറൽ അബ്സോർപ്ഷൻ, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ എക്സ്പ്ലെയിൻ അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് എന്താണ്, ഫോറസ്റ്റ് എക്കോസിസ്റ്റം വരുന്നുണ്ട്, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം വരുന്നുണ്ട്, പിന്നെ ഡെസേർട്ട് എക്കോസിസ്റ്റം വരുന്നുണ്ട്, ദെൻ അക്വാറ്റിക് എക്കോസിസ്റ്റം വരുന്നുണ്ട്. അതെല്ലാം എഴുതി കൊടുക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ എക്കോളജിക്കൽ ഗ്രോത്ത് പിരമിഡ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഏതാണ്, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്, ഞാൻ പറഞ്ഞില്ല ഇതിൽ 15 മാർക്കിൽ ചോദിച്ചേക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് 4 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കും, 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ കുറച്ച് സൈക്കിൾസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് സൈക്കിൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പഠിക്കുന്നത് നല്ലതാണ്. ഒന്ന് ഗ്ലൈക്കോലിസിസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞും ചോദിക്കാം. പിന്നെ ക്രബ് സൈക്കിൾ ഏതാണെന്ന് ചോദിക്കും. C3C4 പാത്വേ, അത് തന്നെയാണ് ആ സൈക്കിൾ ഞാൻ ഉദ്ദേശിച്ചത്. ദെൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിന് ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം, ചിലപ്പോൾ 2 15 മാർക്കിനും ചോദിക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഗാർഡൻ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ്, 15 മാർക്കിന് നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം, ചിലപ്പോൾ എന്നാൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 15 മാർക്കിന് പ്രതീക്ഷിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് ചോദിച്ചാൽ അതിനനുസരിച്ച് ചുരുക്കി എഴുതി കൊടുത്തു. നമുക്ക് സിലബസിൽ എല്ലാ ഗാർഡൻ ടൂൾസും ടെക്സ്റ്റിൽ കിടക്കുന്ന പഠിക്കാനില്ല, സിലബസ് നോക്കുക. അതിൽ പഠിക്കാനുള്ളത് ഒന്ന് ലോൺ മോവർ, ഹാൻഡ് ട്രവൽ, നഴ്സറി സ്പെയ്ഡ് ഫോക്ക്, ഗാർഡൻ ഹോ, വീഡർ ആൻഡ് ടില്ലേഴ്സ്, ഇത്രയാണ് പഠിക്കാനുള്ളത്. ഈ 8 കാര്യങ്ങളും കൂടെ പഠിക്കുക. ദെൻ അടുത്തത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പേജാണ് നമുക്ക് എഴുതാനുള്ളത്. അതിൽ വരുന്നത് ഒന്നാമത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് ഓർ റെസ്പിറേഷൻ, ഇതിൽ ഏത് വേണോ ചോദിക്കാം. ഫോട്ടോസിന്തസിസിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ചോദിക്കാം, അല്ലെങ്കിൽ റെസ്പിറേഷൻ്റെതും ചോദിക്കാം. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എക്കോസിസ്റ്റം, മെൻഷൻ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ്, ഒന്നില്ലെങ്കിൽ ഫോറസ്റ്റ് ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രാസ് ലാൻഡ് ചോദിക്കുക, അല്ലെങ്കിൽ ഡെസേർട്ട് ചോദിക്കുക, അല്ലെങ്കിൽ അക്വാറ്റിക് എക്കോസിസ്റ്റം ചോദിക്കും. ദെൻ ഡിഫൈൻ റെസ്പിറേഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഏതൊക്കെയാണ്, അതായത് അനേറോബിക്, എയറോബിക്, ദെൻ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ജനറൽ ഇക്വേഷൻ എന്താണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദെൻ എക്സ്പ്ലെയിൻ അബൌട്ട് സ്റ്റാർച്ച് ഷുഗർ ഇൻ്റർ കൺവേർഷൻ തിയറി. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് തിയറീസ് അവിടെ എവിടെയായിട്ട് നമുക്ക് കാണാം. എല്ലാ തിയറീസും പറ്റുമെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് പോവുക, ഏതായിരിക്കും പറഞ്ഞ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഈസ് ദ റോൾ ഓഫ് ABA ഇൻ പ്ലാന്റ് ബോഡി? ABA എന്ന് പറഞ്ഞാൽ അബ്സിസിക് ആസിഡ് ആണ്. അതിൻ്റെ റോൾ എന്താണെന്നുള്ളത്, അതായത് ഗ്രോത്തിന് അല്ലെങ്കിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, നമുക്ക് അത് പഠിക്കുക. ദെൻ വാട്ട് ഈസ് മെൻ ബൈ ഡൊണാൻ ഇക്വിലിബ്രിയം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് PS1 ആൻഡ് PS2, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ആ C3C4 പഠിക്കുമ്പോൾ തന്നെ അത് നമ്മൾ അതിൽ പഠിക്കുന്നതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പിന്നെ CAM ഫോട്ടോസിന്തസിസ് എന്താണ്. ദെൻ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സിനെ പറ്റി ചോദിക്കും, അല്ലെങ്കിൽ ഓർഗാനിക് ഇനോർഗാനിക് മാനുവറിനെ പറ്റി ചോദിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് പഠിക്കുന്നത് നല്ലതാണ്. ദെൻ എക്സ്പ്ലെയിൻ പാച്ച് ബഡിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ലേബൽ ഡയഗ്രാം. അപ്പോൾ പാച്ച് ബഡിങ്ങിനെ പറ്റി 4 മാർക്കിന് എന്താണ് ഒരു ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വിത്ത് നീറ്റ് ലേബൽ ഡയഗ്രാം ഒന്നും ചോദിക്കില്ല, പക്ഷെ 4 മാർക്കിനായതുകൊണ്ട് തന്നെ ഒരു പടവും കൂടെ വരയ്ക്കുന്നത് എന്താണ് നല്ലതായിരിക്കും. ഇതിലിപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഒരു വർഷം, എങ്കിലും ചില സമയത്ത് ഡയഗ്രാം വരയ്ക്കണമെന്നൊന്നും പറയാറില്ല കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. എന്നാലും നമുക്കറിയാമെങ്കിൽ ഉറപ്പായിട്ടും വരയ്ക്കുക. ദെൻ അടുത്തതെന്ന് പറയുന്നത് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്സ് ക്വസ്റ്റ്യൻസിൽ ഒരു പാരഗ്രാഫാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എന്താണ് ഹാർഡനിങ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ട്രാൻസ്പിറേഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. ഓക്കെ, 3 ടൈപ്സ്. ദെൻ ട്രാൻസ്പിറേഷനും കട്ടേഷൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് പഠിക്കുക. ദെൻ വേർമിക് കമ്പോസ്റ്റിംഗ് എന്താണ്, അതുപോലെ വേർമിക് കൾച്ചർ എന്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ RQനെ പറ്റി ഡിഫൈൻ ചെയ്യുക, അതുപോലെ തന്നെ വാല്യൂ ഓഫ് RQ ഫോർ ഗ്ലൂക്കോസ്. ദെൻ ഓസ്മോസിസ് എന്താണ്, ഡിഫ്യൂഷൻ എന്താണ്, ഓസ്മോട്ടിക് പ്രഷർ എന്താണ്, ഓസ്മോസിസ് ഡിഫ്യൂഷൻ്റെ പറ്റിയുള്ള ഡിഫറൻസ് എന്താണ്, ഇമ്പോർട്ടൻറ്റ്. ദെൻ പ്ലാസ്മോലിസിസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. ആക്റ്റീവ് അബ്സോർപ്ഷൻ കാരിയർ കോൺസെപ്റ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, ദെൻ കോണ്ടസോംസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ആൻറ്റി ട്രാൻസ്പെറൻസ് വിത്ത് എക്സാമ്പിൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഫോട്ടോ പീരിയോഡിസത്തിൻ്റെ കൂടെ തന്നെ വരുന്നൊരു ടോപ്പിക് ഉണ്ട്, വേർണലൈസേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേതെങ്കിലും ഒന്ന് ചോദിക്കും. വേണ്ട റിപ്പീറ്റഡ് ആയിട്ട് ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഞാൻ പലതിലും കണ്ടിട്ടുണ്ട്. C3C4 പ്ലാന്റ്സ്, സൈക്കിള്, അങ്ങനെ പലതും ഈ 4 മാർക്കിന് ചോദിച്ച ഒരുപാട് കാര്യങ്ങൾ ഈ 2 മാർക്കിനും ഉണ്ട്. അതിന് റിപ്പീറ്റായിട്ട് വരുന്നത് കൊണ്ടാണ് ഞാൻ എഴുതാതിരുന്നത്.
ഈ 4 മാർക്സിന് ഞാൻ പറഞ്ഞ പല ക്വസ്റ്റ്യൻസും 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്, 1 മാർക്കിനും ചോദിക്കാറുണ്ട്. ഇനി 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ വരുന്നത് ഒന്ന് സൈറ്റോകൈനിൻസ്, ഗ്രോത്ത് കർവ്, പിരമിഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിരമിഡ്സ്, വാട്ടർ പൊട്ടൻഷ്യൽ എന്താണ്, റിയാക്ഷൻ സെൻറ്റർ എന്താണ്, ലൈറ്റ് റിയാക്ഷനെ പറ്റിയോ അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷനെ പറ്റിയോ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. ദെൻ കെമിക്കൽ സ്റ്റെർലൻറ്റിന് ഒരു എക്സാമ്പിൾ, ദെൻ ഗട്ടേഷൻ ട്രാൻസ്പിറേഷനും ചോദിക്കാം, ഗ്രൗണ്ട് ലെയറിങ് എന്താണ്, ഹൈഡ്രോസിയർ എന്താണ്, വേർമിക്കൾച്ചർ വേർമി കമ്പോസ്റ്റ് ഒക്കെ ചോദിക്കാം. ദെൻ മറ്റേ ഗാർഡൻ ടൂൾസിൻ്റെ പേരുകൾ എഴുതാൻ ചോദിക്കാം. പിന്നെ നഴ്സറി ബെഡ്സ് എന്ന് പറയുന്നത്, പിന്നെ ഹോർട്ടിക്കൾച്ചർ എന്താണ്, ദെൻ ഫുഡ് ചെയിൻ ഫുഡ് വെബ് വിത്ത് ആൻ എക്സാമ്പിൾ. ഉറപ്പായിട്ട് ഇതിൽ നിന്ന് ഫുഡ് ചെയിൻ്റെ അല്ലെങ്കിൽ ഫുഡ് വെബിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് തന്നെ ഫുഡ് ചെയിൻ എന്താണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിക്കുക, ഫുഡ് വെബ് എന്താണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിക്കുന്നത് നല്ലതാണ്. കാരണം എന്തായാലും 2 മാർക്കിനോ 1 മാർക്കിനോ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാൻ പറ്റും. ഇതിൽ റെസ്പിറേഷൻ്റെ ചാപ്റ്റർ, ഫോട്ടോസിന്തസിസിൻ്റെ ചാപ്റ്റർ, ട്രാൻസ്പിറേഷൻ ചാപ്റ്റർ, ദെൻ മറ്റേ പ്രൊപ്പഗേഷൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ദെൻ ഫുഡ് ചെയിൻ ഫുഡ് വെബ്, എക്കോളജിക്കൽ സസഷൻ, പിന്നെ മേജർ എക്കോസിസ്റ്റംസ്, ഇത്രയും കാര്യമുണ്ടല്ലോ വിടാണ്ട് പോകണം. ദെൻ ഗാർഡൻ ടൂൾസ്, ഇത്രയും ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യരുത്, കളഞ്ഞിട്ട് പോകരുത്. അത് പഠിച്ചിട്ട് തന്നെ പോവുക. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, മിക്ക വർഷങ്ങളിലും ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട് ഇതിൽ. അതുപോലെ തന്നെ 15 മാർക്കിൽ ചിലപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ 4 മാർക്കിനും അവർ ചോദിക്കാറുണ്ട്, 2 മാർക്കിനൊക്കെ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഒരുപാട് ബയോളജിക്കൽ നെയിംസ് ഒന്നും ഈ ഒരു ബോട്ടണി ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഈസിയാണ്. സുവോളജി ആ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നവർക്ക് കുറേ കൂടെ ബോട്ടണി പഠിക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. കാരണം ഒരുപാട് കോണ്ടൻറ്റുകൾ ഒരേപോലെ രണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ പറയുന്നതിനെ പറ്റിയുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ഇനി എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.